BIM എന്ന് പറയുന്ന ആപ്ലിക്കേഷൻ ഉപയോഗിച്ച് BIM ആപ്ലിക്കേഷൻ ഉപയോഗിക്കാത്ത ഏതൊരാളുടെ അക്കൗണ്ടിലേക്കും അയാളുടെ അക്കൗണ്ട് നമ്പരും IFSC നമ്പരും ഉപയോഗിച്ച് പൈസ ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കുന്ന വളരെ എളുപ്പമുള്ള ഒരു രീതിയാണ് ഇവിടെ കാണിക്കുന്നത്. അതുപോലെ BIM എന്ന് പറയുന്ന ആപ്ലിക്കേഷൻ ഇതുവരെ ഇൻസ്റ്റാൾ ചെയ്തിട്ടില്ല എങ്കിൽ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അതിൻ്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. അതിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് ഇൻസ്റ്റാൾ ചെയ്യാവുന്നതാണ്. BIM എന്ന് പറയുന്ന ആപ്ലിക്കേഷനെ കുറിച്ച് കൂടുതൽ അറിയണമെങ്കിൽ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ മറ്റൊരു വീഡിയോയുടെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. അതിൽ ക്ലിക്ക് ചെയ്താൽ BIM എന്ന് പറയുന്ന ആപ്ലിക്കേഷൻ വളരെ വിശദമായി മനസ്സിലാക്കാവുന്നതാണ്. ഭാരത സർക്കാർ UP അധിഷ്ഠിതമായി ആരംഭിച്ച ഏക ആപ്ലിക്കേഷനാണ് BIM. അതുകൊണ്ട് ഏറ്റവും സുരക്ഷിതമായ നല്ലൊരു ആപ്ലിക്കേഷനാണ്. BIM ആപ്ലിക്കേഷൻ ഇല്ലാത്തവർക്കും അവരുടെ അക്കൗണ്ടിലേക്ക് നമുക്ക് BIM ആപ്ലിക്കേഷൻ ഉപയോഗിച്ച് പൈസ ട്രാൻസ്ഫർ ചെയ്യാവുന്നതാണ്. നേരെ വീഡിയോ കാണാം. നിങ്ങളുടെ ഫോണിൽ ഇൻസ്റ്റാൾ ചെയ്തിട്ടുള്ള BIM എന്ന് പറയുന്ന ആപ്ലിക്കേഷൻ ആദ്യം ഓപ്പൺ ചെയ്യുക. ഇതുവരെയും BIM എന്ന് പറയുന്ന ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്തിട്ടില്ലെങ്കിൽ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ എൻ്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. അതിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യാവുന്നതാണ്. അതിനുശേഷം അതിൻ്റെ പാസ്വേഡ് അടിച്ച് ഓപ്പൺ ചെയ്യുക. ഇങ്ങനൊരു ഇൻ്റർഫേസോടെ ആയിരിക്കും BIM എന്ന് പറയുന്ന ആപ്ലിക്കേഷൻ ഓപ്പൺ ആവുന്നത്. അതിനുശേഷം ഇവിടെ വലത് സൈഡ് സെൻഡ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഞാൻ കാണിച്ചു. അതിൽ ക്ലിക്ക് ചെയ്യുക. ഇവിടെ സെൻഡ് മണി എന്ന് പറയുന്ന ഓപ്ഷനിൽ 3 ഓപ്ഷൻ കാണാം. ഫേവറേറ്റ്, കോണ്ടാക്ട്സ്, ANC പ്ലസ് IFSC. അതിൽ ഈ IFSC ഏറ്റവും മൂന്നാമതുള്ള അതിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം ഞാനിവിടെ റെഡായിട്ട് വരച്ച് കാണിച്ചു. ഇവിടെ സെർച്ച് ബാറിൽ നമുക്ക് ഏത് ആളുടെ ബാങ്ക് അക്കൗണ്ടിലേക്കാണ് അയക്കേണ്ടത് ആ അക്കൗണ്ട് ഹോൾഡറുടെ ബാങ്ക് ഏതെന്ന് നമ്മളിവിടെ സെലക്ട് ചെയ്ത് കൊടുക്കുക. നമുക്കിവിടെ 2-3 അക്ഷരം അടിക്കുമ്പോൾ തന്നെ നമുക്ക് കാണാം ബാങ്ക് വരും. ഞാനിവിടെ ഇന്ത്യൻ ഓവർസീസ് ബാങ്ക് സെലക്ട് ചെയ്യുകയാണ്. അതിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം IFSC നമ്പർ നമ്മളവിടെ എൻ്റർ ചെയ്യണം. അതായത് ബാങ്കിൻ്റെ IFSC നമ്പർ, ബ്രാഞ്ച് കോഡാണ് IFSC നമ്പർ. അക്കൗണ്ട് നമ്പർ ഏത് ബാങ്കിലാണോ ആ ബാങ്കിൻ്റെ IFSC നമ്പർ. അത് പൈസ അയക്കേണ്ട ആളുടെ പാസ്ബുക്കിൽ IFSC നമ്പർ കാണും. അത് നമുക്ക് ഫോൺ മുഖേന ചോദിച്ചിട്ടോ അയാൾക്കറിയാമെങ്കിൽ അയാളുടെ ചോദിച്ച് നമുക്ക് അയക്കാവുന്നതാണ്. അതിനുശേഷം ബെനിഫിഷ്യറി നെയിം, അതായത് അയക്കേണ്ട ആളുടെ പേര് അവിടെ എൻ്റർ ചെയ്ത് കൊടുക്കുക. അതിന് തൊട്ട് താഴെ അയക്കേണ്ട ആളുടെ ഏത് ബാങ്കിലാണോ അക്കൗണ്ട് ഉള്ളത് ആ അക്കൗണ്ട് നമ്പർ അതേപടി അവിടെ എൻ്റർ ചെയ്ത് കൊടുക്കുക. അക്കൗണ്ട് നമ്പർ തെറ്റാതെ എൻ്റർ ചെയ്യുക. അതിനുശേഷം ഒരിക്കൽ കൂടെ അതിന് തൊട്ട് താഴെ കൺഫേം അക്കൗണ്ട് നമ്പർ എന്ന് കാണാം. അവിടെ അതേ നമ്പർ തന്നെ വീണ്ടും എൻ്റർ ചെയ്ത് കൊടുക്കുക. നമ്മൾ രണ്ടാമത് എൻ്റർ ചെയ്യുമ്പോൾ ആദ്യം ചെയ്ത അതേ നമ്പർ അടിക്കുക. അത് ആദ്യം അടിച്ച അക്കൗണ്ട് നമ്പർ തന്നെയെന്ന് നമുക്ക് ഉറപ്പിക്കുന്നതിന് വേണ്ടിയാണ്. അതിനുശേഷം ഏറ്റവും താഴെയുള്ള വെരിഫൈ എന്ന് പറയുന്ന ബട്ടൺ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്യുക. പൈസ അയക്കേണ്ട ആളുടെ അക്കൗണ്ട് കറക്റ്റാണോ, നമ്മൾ അടിച്ച പേരും IFSC നമ്പരും അക്കൗണ്ട് നമ്പരും കറക്റ്റാണോ എന്ന് വെരിഫൈ ചെയ്യുകയാണ്. ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്യുക. വെരിഫൈ ആയിട്ടുണ്ട്. നമുക്കവിടെ കാണാം പേര് വന്നു. അതിനുശേഷം നമുക്ക് എത്ര രൂപയാണോ അയക്കേണ്ടത് ആ തുക അവിടെ എമൗണ്ട് എന്ന് പറയുന്നിടത്ത് എൻ്റർ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഇവിടെ റിമാർക്സ് എന്നുള്ളിടത്ത് എന്തെങ്കിലും ഒന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ഞാനിവിടെ വെറുതെ സെൻഡ് എന്ന് പറഞ്ഞ് ടൈപ്പ് ചെയ്യുന്നു. ഇവിടെ മുകളിൽ എമൗണ്ട് എന്നുള്ളതിൽ 1 രൂപ മിനിമം 1 രൂപ മുതൽ നമുക്ക് അയക്കാവുന്നതാണ്. അതിനുശേഷം ഏറ്റവും താഴെ വലത് സൈഡ് കൺഫേം എന്ന് പറയുന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. എല്ലാം ഓക്കെ ആണെന്ന് നമുക്ക് ഉറപ്പിക്കാം. അതിനുശേഷം താഴെ വലത് സൈഡുള്ള സെൻഡ് എന്ന് പറയുന്ന ബട്ടൺ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമ്മുടെ UPI പിൻ, അതായത് നമ്മുടെ BIM ആപ്ലിക്കേഷൻ
ബാങ്കുമായിട്ട് ലിങ്ക് ചെയ്തപ്പോൾ നമ്മൾ സെറ്റ് ചെയ്ത UPI പിൻ അവിടെ എൻ്റർ ചെയ്ത് കൊടുക്കുക. ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്യുക. മണി സെൻഡ്. നമ്മൾ ആർക്കാണോ പൈസ അയക്കാൻ ഉദ്ദേശിച്ചത് അയാളുടെ അക്കൗണ്ടിൽ പൈസ ക്രെഡിറ്റ് ആയിട്ടുണ്ടാവും. ഇങ്ങനെ വളരെ ഈസിയായി മറ്റൊരാളുടെ അക്കൗണ്ടിലേക്ക് ഭീം എന്ന് പറയുന്ന ആപ്ലിക്കേഷനൊന്നും ഉപയോഗിക്കാത്ത മറ്റൊരാളുടെ അക്കൗണ്ടിലേക്ക് പൈസ ഈസിയായി ട്രാൻസ്ഫർ ചെയ്യാവുന്നതാണ്.